തൃശൂരിലെ RK ജ്വല്ലേഴ്സിന്റെ സ്വർണവുമായി കടന്നുകളഞ്ഞ എതി പൗളിന്റെ മൃതദേഹം തമിഴ്നാട്ടിലെ വെല്ലൂരിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി അനുപമ ലൈനിലുണ്ട്. അനുപമ, എന്താണ് അവിടെ ലഭിക്കുന്ന വിവരങ്ങൾ? ജിൻസി, തൃശൂരിൽ സ്വർണം നഷ്ടപ്പെട്ട കേസിലെ സസ്പെക്ട് പാലക്കാട് ആലത്തൂർ സ്വദേശി എതി പോളിന്റെ മൃതദേഹം തമിഴ്നാട് വെല്ലൂർ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള പാളങ്ങളിൽ ചിന്നിച്ചിതറിയ അവസ്ഥയിൽ കണ്ടെത്തി. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് ഈ സംഭവം. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പക്ഷേ ഈ ഒരു അവസ്ഥയിലും എതി പോളിന്റെ കയ്യിലെ സ്വർണം എവിടെ എന്ന ചോദ്യത്തിന് ദുരൂഹത തുടരുകയാണ്. എതി ഒരു സ്വർണ്ണപ്പണിക്കാരനായിരുന്നു. സ്വർണ്ണപ്പണി കൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കാതെ ആയപ്പോൾ റിസ്ക് കൂടുതലുള്ള കാരിയർ വർക്കും ഇത് ചെയ്യാൻ തുടങ്ങി. അങ്ങനൊരു യാത്രയിൽ എതിയുടെ കയ്യിൽ നിന്നും അവനെ ഏൽപ്പിച്ച സ്വർണം നഷ്ടമായി. പിന്നെ ഞങ്ങൾ അറിഞ്ഞത് എതിയിട്ട് തന്നതാ. കുറച്ചെങ്കിലും നിങ്ങൾ തിരിച്ചു തരണ്ടേ? നിങ്ങൾ വലിയ ഫുട്ബോൾ കളിക്കാരന്മാരൊക്കെ ആകുമ്പോൾ എന്നെയൊക്കെ മറക്കൂടാ. അവസാനം ഞങ്ങളുടെ എതി കള്ളനെന്ന പേരോട് ആത്മഹത്യ ചെയ്തു. അവസാനിച്ചു. എതിയേട്ടനെ കൊന്നതാണ്. സ്വർണത്തിന് വേണ്ടി എതിയേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യൂ? റിയാസ്, വേസ്റ്റ് ഓഫ് ടൈം. സാർ ഒന്ന് നിൽക്ക് സാർ. പ്ലീസ് സാർ പ്ലീസ്. നിന്നെ രക്ഷിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. നടന്ന് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു.
സർ ഇവിടെ വെച്ചോ. ആര് ശ്രദ്ധിക്കാൻ? ഇവിടെ ആരും ശ്രദ്ധിക്കാൻ തോന്നുന്നില്ല. സർ അങ്ങനെയല്ല സർ, എനിക്ക് ഫോളോ ചെയ്ത പോലെ എനിക്ക് തോന്നുന്നു. റിയാസ്, ഞാൻ നിന്റെ വക്കീലാണ്. നീ എത്ര തവണ കള്ളം പറയും? നടന്നത് നീ വ്യക്തമായി പറഞ്ഞേ പറ്റൂ. ശരി സാർ, ഞാൻ പറയാം. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് അർജുനും തൃശ്ശൂർ ജ്വല്ലറിയിൽ വർക്ക് ചെയ്തിരുന്നു. വ്യാഴാഴ്ച ആന്തരിക സ്വർണം കൊണ്ടുപോകാനായിട്ട് ഒരാൾ പോകുന്നുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ അവനെ ഫോളോ ചെയ്തിരുന്നു. സ്വർണം എടുക്കാൻ പറ്റിയ സമയം കിട്ടിയപ്പോൾ ഞങ്ങൾ അവനെ തട്ടി സാർ. ഗോൾഡാടാ. എല്ലാ പ്രശ്നവും തീരാൻ ഇവരുണ്ടാരാ? മദൻ, ഷിജു, ഇതിന്റെ ബോഡി ക്ലിയർ ചെയ്യാനായിട്ട് ഇവരാണ് ഞങ്ങൾ സഹായിച്ചത്. ടാബ്ലറ്റ്സ് കഴിച്ചില്ല നീ? അനുവ വീട്ടിലെ അലമാരയിലും ബാങ്കിന്റെ ലോക്കറിലുമുള്ള സ്വർണം ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് പണമാക്കുമെന്നായിരുന്നു. അങ്ങനെ സ്വർണം കൈക്കലാക്കി. ആ സമയത്ത് സ്വർണം കയ്യിൽ വെക്കുന്നതും വിൽക്കുന്നതും പ്രശ്നമായിരുന്നു. അവസാനം എല്ലാത്തിനും കൂട്ടുന്ന എൻ്റെ അർജുൻ പോലും അറിയാതെ ഞാൻ ആ സ്വർണം നമ്മുടെ സെമിത്തേരിയിൽ കുഴിച്ചിട്ടു. ദിവസങ്ങൾ കടന്നുപോയി. അപ്പോൾ പോലീസിന് ഞങ്ങൾ കാശ് കൊടുത്ത് ഒതുക്കി. അന്വേഷിച്ച് പുറകിൽ വന്നു. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ 2 ബംഗാളികൾ പിടിച്ചോണ്ട് പോയി. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ, പിന്നെന്തിനാ നിങ്ങൾ പോലീസ് പിടിച്ചത്? എദിയുടെ ബോഡി ക്ലിയർ ചെയ്യാൻ മദനും ഷിജനും ഷെയർ കൊടുക്കാന്നാണ് പറഞ്ഞിരുന്നത്. അവന്മാർക്ക് കാശ് കൊടുക്കാൻ സമയമായി. കാശിൻ്റെ പേരിൽ തർക്കം തുടങ്ങിയപ്പോഴാണ് അവന്മാർ ഭീഷണി തുടങ്ങിയത്. ഇതിൻ്റെ റിസ്ക് ആണെങ്കിൽ അവന്മാർക്കിട്ട് പറഞ്ഞിട്ട് മനസ്സിലായില്ല. അവസാനം ഷെയറിൻ്റെ കാര്യം സംസാരിക്കാനായി ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടി. അന്നാണ് അത് സംഭവിച്ചത്. നാട്ടിൽ എല്ലാരും പറയട്ടെ. പേടിയില്ലല്ലേ? എന്റെ വീട് ജപ്തിയാൻ പോവാണ്. എനിക്കും ഷിജുവിന് കാശ് കിട്ടിയേ പറ്റൂ. പറയുന്നത് മനസ്സിലാക്ക്. സ്വർണ്ണം ഇപ്പൊ പുറത്തെടുക്കാൻ പറ്റില്ല. പിന്നെ നാടാണ്. എതിക്ക് സംഭവിച്ചത് റിയാസേ, നിന്നക്കും സംഭവിച്ചു. ആ പയ്യനെല്ലാം കേട്ട് കാണും. നീ ഒന്ന് പതുക്കെ പറയ്. കുട്ടാ, ഇനിയിപ്പോ എന്താ ചെയ്യാ? അവനെ ഷിജു നോക്കിക്കോളും. ഞങ്ങളിവിടെ പറഞ്ഞു വന്നു. നീ തരാന്ന് പറഞ്ഞ ഷെയറിന്റെ കാശ് നീ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. മനസ്സിലായ? അല്ലെങ്കിൽ നീ സ്വർണ്ണം എവിടെയാണെന്ന് പറയില്ല എന്നാണേൽ നിന്റെയും പുറത്ത് നിൽക്കുന്ന കൂട്ടുകാരന്റെ അന്ത്യായിരിക്കും. കാണണോ? ചോക്ലേറ്റ് വാങ്ങിച്ചു എന്നാ. ഇവിടെ നടന്നെങ്ങാനും തലക്കടിച്ചു കൊല്ലൂടാ. എന്താ സംശയം ഉണ്ടോ നിങ്ങക്ക്? പുറത്ത് പറഞ്ഞ അനാവശ്യം പറഞ്ഞ കത്തിയെടുത്തതിന്റെ പള്ളക്കേറ്റ് ഞാൻ ഇതായിരിക്കും. അർജുൻ, നിങ്ങളെ കൊന്നല്ല.
ഈ നടന്ന അടിയിൽ അർജുൻ കൊല്ലപ്പെട്ടു. ആ കേസിൽ ഞാൻ 1-ാം പ്രതിയായി. സ്വർണം മറച്ചു വെച്ച സ്ഥലം ഞാൻ ഇന്ന് വരെയും മദനോട് പറഞ്ഞിട്ടില്ല. അതിനുശേഷം റിയാസ്, ഇങ്ങനെയാണ് സാർ അടിയായത്. പക്ഷെ അതിനുശേഷം സംഭവിച്ചതൊന്നും എനിക്ക് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. ഇവിടെ എങ്ങനെ എത്തിയെന്ന് പോലും എന്നെ കൊണ്ട് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. എന്തോ ഒരു സ്വപ്നം കണ്ട് മറന്നു പോയൊരു തോന്നല് എനിക്കാകൊരു. ഒന്ന് ശ്രദ്ധിക്ക് റിയാസ്, ഞാനൊരു വക്കീലല്ല സാർ. എന്താ സാർ? ഞാനൊരു മെന്റലിസ്റ്റ് ആണ്. സാർ അതേ റിയാസ്, ഈ കാണുന്നതും നമ്മളിപ്പോ നിൽക്കുന്നതെല്ലാം നിന്റെ സ്വപ്നത്തിലാണ് റിയാസ്. സാർ, നിന്റെ വെറും സ്വപ്നം. സാർ എന്തീ പറയുന്നത്? നീ ഇപ്പൊ പറഞ്ഞതും ചെയ്യുന്നല്ലോ നിന്റെ തോന്നൽ മാത്രമാണ്. എന്താ തോന്നലോ? റിയാസ്, വെറും സ്വപ്നം. സാർ, ഞാൻ നീ ഉണ്ടാക്കിയ നിന്റെ വെറും കഥ. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്, എനിക്കറിയാം. ഇതാണ് അവസാന വഴി. ആത്മഹത്യ ചെയ്ത് പുറത്തു വാ. 4 മാസം ഇതിൽ പുറത്തു വരാൻ സാധിക്കും. ആത്മഹത്യ ചെയ്ത പുറത്തോ ഇവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല റിയാസ്. ഞാനിപ്പോഴും എങ്ങനെ ജീവനോടെ ഇരിക്കുന്നതല്ല നീ ആലോചിക്കുന്നത്? The idea of dream analysis, I suppose, is one of Freud's, perhaps Freud's major contributions to modern Western thought. The idea was there was something in the dream. And I suppose when Freud said, hey, ചോര. അഞ്ചൽ. റിയാസ്, പേടിക്കാതെ, ഇത് വെറും സ്വപ്നം മാത്രമാണ്. നിന്റെ സ്വപ്നം നീ സ്വയം മനസ്സിലാക്കും. അവസാന വഴി ആത്മഹത്യ ചെയ്ത് പുറത്തോ, അല്ലെങ്കിൽ നീ വീണ്ടും പോകുന്നത് സ്വപ്നത്തിലോട്ടാണ്. ഇറ്റ്സ് ഫോൾസ് ആകെ. ഒന്നും മനസ്സിലാക്ക്, എപ്പോഴും നിന്റെ കൂടെ ഞാൻ ഉണ്ടാവണമെന്നില്ല. ഈ സ്വപ്നത്തിൽ നിന്നെല്ലാം പുറത്തു വാ. നിന്റെ മുന്നിൽ അവസാനത്തെ വഴിയാണ് റിയാസ്, ആത്മഹത്യ. Do it.
സ്വപ്നം സ്വപ്നം ഇറ്റ്സ് ഫോൾസ് ആർ അവേക്ക്. എപ്പോഴും നിന്റെ കൂടെ ഞാൻ ഉണ്ടാവണമെന്നില്ല. സ്വപ്നം ഞാനൊരു വക്കീലല്ല, ഞാനൊരു മെൻ്റലിസ്റ്റാണ്. നിന്നെ രക്ഷിക്കും ഞാൻ മാത്രവും. നടന്ന് എന്താ വെച്ച് പറഞ്ഞു. ആത്മഹത്യ ചെയ്ത് പുറത്തോ. ഒന്നുമില്ല, നീ വാ. ഇതായിട്ട് എന്താ സംഭവിച്ചെന്ന് അറിയണ്ടേ? 3 സ്വപ്നം സ്വപ്നം ഇവനറിയാം. ഇതിന് വേണ്ടി നമുക്ക് എന്തേലും ചെയ്യണ്ടേ? അതിനുള്ള സമയം സ്വപ്നം റിയാസ് കൊല്ലപ്പെട്ടു, അല്ല ആത്മഹത്യ ചെയ്തു. ഇതവൻ്റെ വിധി. എൻ്റെ ഏട്ടന് വേണ്ടി ഞാൻ നടപ്പിലാക്കി വിധി. എൻ്റെ ചേട്ടൻ. അനിയത്തിയേട്ടന്മാരൊക്കെ ഒന്നിച്ച് നിന്നേ. ഓക്കെ, ഞാൻ ഒന്നും കേട്ടാ. ഹാപ്പി ബർത്ത്ഡേ ചേട്ടാ. എല്ലാരും കൂടി എന്റെ ഏട്ടനെ കള്ളനാക്കിയില്ലേ? എന്റെ ഏട്ടൻ മരിച്ചിട്ട് 1 വർഷമായി. ഏട്ടൻ ആത്മഹത്യ ചെയ്താ നിനക്ക് തോന്നുന്നുണ്ടോ ഡാനിയലേ? ഈ ചോദ്യം 1000 വട്ടം സ്വയം ഞാൻ ചോദിച്ചു. ഒരുപാട് അന്വേഷിച്ചു, അലഞ്ഞു, കൈക്കൂലി കൊടുത്തു. വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവനെ കണ്ടെത്തി. റിയാസ്. സ്വർണ്ണം എടുക്കാൻ പറ്റിയ സമയം കിട്ടിയപ്പോ ഞങ്ങൾ അവനെ തട്ടി സാർ. യതിയെ കൊന്നത് റിയാസ് ആണെന്ന് കണ്ടെത്തി. പക്ഷെ സ്വർണം എവിടാന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. എൻ്റെ കൂട്ടുകാരൻ റിയാസിനെ ജയിലിൽ നിന്ന് ജാമ്യത്തിൽ പുറത്തു കൊണ്ടുവരാനേ സഹായിക്കത്തുള്ളൂ. ജയിലിലുള്ള റിയാസിനെ പുറത്തു കൊണ്ടുവന്ന് അവനെ അബോധാവസ്ഥയിലാക്കി. നടന്നതെല്ലാം സ്വപ്നമാണെന്ന് വരുത്തി. റിയാസ് മറച്ചുവെച്ച സ്വർണം എവിടെയാണെന്ന് കണ്ടെത്തി. പിന്നെ അവനെ കൊണ്ട് ആത്മഹത്യ ചെയ്യിപ്പിക്കും. നീ ചെയ്ത പ്ലാൻ കൊള്ളാം. അല്ലേ നീ ഒരു കൊല്ലമായിട്ട് പ്ലാൻ ചെയ്തത്? ഇതെല്ലാം നടക്കും അല്ലേ? സ്വപ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായി. ഓണിറോളജി. റിയാസിനെ കുറിച്ചുള്ള ഓരോ ചെറിയ കാര്യങ്ങൾ പോലും എനിക്കറിയാം. റിയാസ് മറച്ചു വെച്ച സ്വർണം റിയാസിനെ കൊണ്ട് തന്നെ ഞാൻ കണ്ടെത്തും. നീ വിചാരിക്കുന്ന പോലെ ഇതൊക്കെ നടക്കൂ? തെറ്റോ ശരിയോ, ഇതിയേട്ടന് വേണ്ടി ഞാനിത് ചെയ്യും. ശരി, ഈ ജയിലിൽ കിടക്കുന്ന റിയാസിനെ എങ്ങനെ ഭ്രാന്തനാക്കാൻ പറ്റും? ഞാൻ പറയുന്ന ഡ്രഗ് റിയാസിന് എത്തിച്ചു കൊടുത്താൽ മാത്രം മതി. തനിയെ റിയാസിന്റെ സമനില തെറ്റിക്കോളും.
ഇതിന് മാസങ്ങളാവും. ഡ്രഗ് റിയാസിന് എത്തിച്ചു കൊടുക്കാൻ മദനും ഷിജു എന്നെ സഹായിക്കും. സ്വർണം എവിടെയാണെന്ന് കണ്ടെത്തി തരാവുന്നതാണ് എൻ്റെ വാഗ്ദാനം. അതിനായി അവന്മാർ എന്തും ചെയ്യാൻ തയ്യാറാണ്, എന്തും ചെയ്യാൻ. ഈ സ്വർണം നമുക്കുള്ളതാടാ. 2 വർഷം സ്വർണ്ണം എവിടെ നിന്ന് ചോദിച്ചാൽ നായിൻ്റെ മോ റിയാസിൻ്റെ പിന്നാലെ നടന്ന് വെറും 2 മാസത്തിൽ ഡോക്ടർ ഡാനിയൽ ഈ സ്വർണം കണ്ടെത്തി. എനിക്കെന്തോ ആ ഡോക്ടറെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ ഡോക്ടറാണ് നമ്മളെ അടുത്ത് വന്ന് സ്വർണം കണ്ടുപിടിച്ച് തരാന്ന് പറഞ്ഞത്. ഇനി റിയാസ് വെച്ച സ്വർണം ഇവിടെ ഇല്ലെങ്കിലോ, ഡാനിയെ പറ്റിച്ചാണെങ്കിലോ? ഇല്ല, ഡോക്ടർ എനിക്ക് വിശ്വാസമാണ്. അടിപൊളിയാണ് ഡാനിയലെ നിന്റെ പ്ലാൻ. എതി മരിക്കാൻ കാരണമായ റിയാസിനെ കൊല്ലും, അതിന് കൂട്ടുനിന്ന മദൻ സ്വർണമായി രക്ഷപ്പെടും. ഈ മദൻ എതി മരിക്കാൻ ഇവനും കൂടി കാരണം. ஏர்போர்ட்டில் உங்கள் 2 பேரையும் ஒன்றா பார்த்தேன். ஆனால் கையில் வெண்ணெயை வச்சுட்டு நெய்யை போய் எதுக்கு தேடணும்னு அவளை போக விட்டேன். இப்போ காத்துக்கிட்டு இருக்கேன். பெண்ண நீ இல்லை சத்யா, உன் பொண்ணு. സഹലേ, എതിയെ കൊല്ലാൻ കൂട്ടുനിന്നവന്മാരെ ഞാൻ വെറുതെ വിടുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? எங்களுக்கும் காலம் வரும், காலம் வந்தால் வாழ்வு வரும், வாழ்வு வந்தால் அனைவரையும் சாகடிப்பேன். രാഹുൽ, എതിയേട്ടനെ കൊല്ലാൻ കൂട്ടുനിന്നമാര് നിങ്ങളുടെ മുന്നിലുണ്ട്. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ത് വേണോ. ഗോൾഡാടാ. കിട്ടിയടാ മതാ. മതാ, നമ്മൾ രക്ഷപ്പെട്ടാ. Welcome to MC Music World. Bluetooth mode.
ഇതെല്ലാം വിചാരിക്കുന്ന പോലെ നടക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സഹലേ, വിശ്വസിച്ചേ പറ്റൂ. ഡാനിയലേ, നീ പറയണ സയൻസും മരുന്നും എനിക്ക് മനസ്സിലാവില്ല. സ്വപ്നത്തിൽ നിന്ന് നീ പുറത്തു വന്ന ശേഷം നീയുള്ളത് സ്വപ്നത്തിലാണോ യാഥാർത്ഥ്യത്തിലാണോ എന്ന് എങ്ങനെ തിരിച്ചറിയും? ടൈം, ഡ്രീമിനും റിയാലിറ്റിക്കും വർഷങ്ങളുടെ സമയവ്യത്യാസം ഉണ്ടാവും. അപ്പോൾ സമയത്തിൽ വ്യത്യാസം വന്നാലോ? സമയത്തിൽ വ്യത്യാസം വന്നാൽ റിയാസിനോടൊപ്പം ഞാൻ സ്വപ്നത്തിലകപ്പെടും എന്നേക്കുമായി. ഇറ്റ്സ് ലൈക്ക് കോമ സ്റ്റേജ്.